ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അദ്ദർസു സാബി അശർ 17ാമത്തെ പാഠം. ഓക്കെ, ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്. അതിൻ്റെ നമ്മൾ പഠിച്ചത് ഗൈറു ആഖിലായിട്ടുള്ള എല്ലാ ബഹുവചനങ്ങളും ഏകവചന സ്ത്രീലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഗൈറു ആഖിലായിട്ടുള്ള എല്ലാ ബഹുവചനങ്ങളും ഏകവചന സ്ത്രീലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഹാദിഹിൽ ഹുമുറു ലിൽ ഫല്ലാഹി, ഈ കഴുതകൾ കൃഷിക്കാരൻ്റേതാകുന്നു. ഹുമുറുൻ, ഹിമാറുൻ എന്നതിൻ്റെ ജം ആണ് ഹുമുറുൻ. ഇവിടെ ഹാദൽ ഹിമാറു ലിൽ ഫല്ലാഹി, ഹാദൽ ഹിമാറു ലിൽ ഫല്ലാഹി, ഈ കഴുത കൃഷിക്കാരൻ്റേതാകുന്നു. ഈ ഹാദൻ്റെ ബഹുവചനമായപ്പോൾ അവിടെ ഹാ ഉലായി എന്നല്ല പ്രയോഗിച്ചത്, മറിച്ച് ഹാദിഹി എന്നാണ് പ്രയോഗിച്ചത്. ഹാദിഹിൽ ഹുമുറു, ഹാദിഹിൽ ഹുമുറു ലിൽ ഫല്ലാഹി. ഹാദിഹി ഏകവചന സ്ത്രീലിംഗമായിട്ടാണ് ഇവിടെ ഹുമുറിനെ അഥവാ ഗൈറു ആഖിലായിട്ടുള്ള ബഹുവചനത്തെ ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. ഏകവചന സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ദർസു സാബി അശർ 17ാമത്തെ പാഠം. അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ, പള്ളിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടതാണ്. അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ, പള്ളിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ബാബുനാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഏകവചനമാണെങ്കിൽ പള്ളിയുടെ വാതിലാണെങ്കിൽ ബാബുൽ മസ്ജിദി മഫ്തൂഹുൻ എന്നാണ്. എന്നാൽ ഇവിടെ അബ്വാബുൻ ആയതുകൊണ്ട് മഫ്തൂഹത്തുൻ, ബഹുവചനം അത് മഫ്തൂഹത്തുൻ സ്ത്രീലിംഗമായിട്ടാണ്, ഏകവചന സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. അബ്വാബു മുബ്തദഅ വഹുവ മുളാഫ്, അൽ മസ്ജിദി മുളാഫുൻ ഇലൈഹി, മഫ്തൂഹത്തുൻ ഖബർ. ഓക്കെ, അടുത്തത് ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ ജദീദത്തു, ആരുടേതാണി പുതിയ വീടുകൾ, ആരുടേതാണി പുതിയ വീടുകൾ. ഓക്കെ, ഇത് നമ്മൾ ഏകവചനത്തിൽ പറയുമ്പോൾ ലിമൻ ഹാദൽ ബൈത്തു അൽ ജദീദു, ഹാദൽ ബൈത്തുൽ ജദീദു, ലിമൻ ഹാദൽ ബൈത്തുൽ ജദീദു, അവരുടേതാണ് പുതിയ വീടുകൾ. ഇവിടെ അൽ ബുയൂത്തു ഏകവചന സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഹാദിഹി എന്ന് വന്നത്. ഹിയ ലിൽ മുദീരി ശരീഖത്തി, ഇത് കമ്പനി മാനേജറുടേതാണ്. ഹിയ മുബ്തദഅ ലിൽ മുദീരി ജാറുൻ വ മജ്റൂർ ഖബർ വഹുവ അൽ മുദീരി എന്നുള്ളത് മുലാഫ്, അശ്ശരിക്കത്തി മുലാഫുൻ ഇലൈഹി, കമ്പനിയുടെ മാനേജറുടെ. ഓക്കെ, അല്ലെങ്കിൽ കമ്പനി ഡയറക്ടറുടെ. ഓക്കെ, ഇവിടെ ഹിയ എന്ന് പറഞ്ഞാൽ അവ എന്നാണ് കേട്ടോ. ഈ ഹിയ അവ എന്നാണ് അർത്ഥം. ഈ വീടുകൾ അൽ ബുയൂത്തു അതിനെയാണ് ഹിയ എന്നുള്ള ലമീർ കൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അന്നുജൂമു ജമീലത്തുൻ, നക്ഷത്രങ്ങൾ ഭംഗിയുള്ളതാണ്. നമ്മളത് ഏകവചനത്തിൽ പറയുമ്പോൾ അന്നജുമു ജമീലുൻ. ഓക്കെ, അന്നുജൂമു ജമീലത്തുൻ. ഓക്കെ, ഇവിടെ അന്നുജൂമു മുബ്തദഅ ജമീലത്തുൻ ഖബർ. ഹാദിഹി ദുറൂസു സഹലത്തുൻ, ഈ പാഠങ്ങൾ എളുപ്പമുള്ളതാണ്. ദുറൂസു, ഹാദിഹി ദുറൂസു, ദർസുൻ എന്നതിൻ്റെ ജം ആണ് ദുറൂസു. നമ്മൾ ഏകവചനത്തിൽ പറയുമ്പോൾ ഹാദ ദർസു സഹലുൻ. ഓക്കെ, അത് ബഹുവചനമായപ്പോൾ ഹാദിഹി ദുറൂസു സഹലത്തുൻ, അവിടെ ഹാദിഹി എന്ന് വന്നു. ഓക്കെ, ഹാദിഹി മുബ്തദഅ, ദുറൂസു ബദൽ, സഹലത്തുൻ ഖബർ. 5 ഫിൽ ഹിന്ദി ലുഗാത്തുൻ കസീറത്തുൻ, ഇന്ത്യയിൽ ധാരാളം ഭാഷകളുണ്ട്. ഇന്ത്യയിൽ ധാരാളം ഭാഷകളുണ്ട്. ഫിൽ ഹിന്ദി ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം, ലുഗാത്തുൻ മുബ്തദഅ മുഅഖർ, പിന്തിച്ചു വന്ന മുബ്തദഅ. കസീറത്തുൻ എന്നത് ലുഗാത്തുൻ എന്നതിൻ്റെ നഅത്ത്. ലുഗാത്തുൻ എന്ന് പറഞ്ഞാൽ ഭാഷ, അതിൻ്റെ ബഹുവചനമാണ് ലുഗാത്തുൻ എന്നത്. ഓക്കെ, ലുഗാത്തുൻ കസീറത്തുൻ, ഇവിടെ നഅത്ത് വന്നിരിക്കുന്നു. നോക്കിയേ, കസീറത്തുൻ, ലുഗത്തുൻ ആണെങ്കിലും കസീറത്തുൻ തന്നെയാണ് വരിക. ഓക്കെ, കാരണം ലുഗത്തുൻ ഓൾറെഡി സ്ത്രീലിംഗമാണല്ലോ, ഏകവചന സ്ത്രീലിംഗമാണല്ലോ. അപ്പോൾ അതിൻ്റെ
ബഹുവചനവും ഏകവചന സ്ത്രീലിംഗമായിട്ട്, ബഹുവചനത്തിൻ്റെ നഅത്തും ഏകവചന സ്ത്രീലിംഗമായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ഏകവചനത്തിൽ പറയുമ്പോൾ ഫിൽ ഹിന്ദി ലുഗത്തുൻ കസീറത്തുൻ എന്ന് വരും. 6. ഐനൽ കുത്തുബുൽ ജദീദത്തു, പുതിയ പുസ്തകങ്ങൾ എവിടെയാണ്? ഐനൽ കുത്തുബുൽ ജദീദത്തു, പുതിയ പുസ്തകങ്ങൾ എവിടെയാണ്? ഹിയ ഫിൽ മക്തബത്തി, അവ ലൈബ്രറിയിലാകുന്നു. അവ ലൈബ്രറിയിലാകുന്നു. ഹിയ എന്ന് ഉദ്ദേശിച്ചത് അവ, കുത്തുബു, അതുകൊണ്ടാണ് അവ എന്നുള്ള അർത്ഥത്തിൽ ഹിയ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഏകവചനത്തിൽ പറയുമ്പോൾ ഐനൽ കിതാബുൽ ജദീദു. അപ്പോൾ അതിൻ്റെ ഉത്തരം വരിക ഹുവ ഫിൽ മക്തബത്തി. ഓക്കെ, ഹുവ അല്ലെ ഹിയ ഇവിടെ മുബ്തദ, ഫിൽ മക്തബത്തി ജാറുൻ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. 7. തിൽക സുറുറു മക്സൂറത്തുൻ, ആ കട്ടിലുകൾ പൊട്ടിയതാണ്. തിൽക സുറുറു മക്സൂറത്തുൻ, ആ കട്ടിലുകൾ പൊട്ടിയതാണ്. സരീറുൻ എന്നതിൻ്റെ ജം ആണ് സുറുറു. ഓക്കെ, തിൽക മുബ്തദ, അസുറുറു ബദൽ, മക്സൂറത്തുൻ ഖബർ. ഇനി നമ്മൾ ഇത് ഏകവചനത്തിൽ പറയുമ്പോൾ ദാലിക സരീറു മക്സൂറുൻ, ദാലിക സരീറു മക്സൂറുൻ. 8. അസ്സാഅത്തുൽ യാബാനിയത്തു റഖീസത്തുൻ, അസ്സാഅത്തുൽ യാബാനിയത്തു റഖീസത്തുൻ. ജപ്പാനീസ് വാച്ച്, ജപ്പാനീസ് വാച്ച് ചീപ്പാണ്. റഹീസത്ത് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞതാണ്, ചീപ്പാണ്. അസ്സാഅത്തു മുബ്തദ, അൽ യാബാനിയത്തു നഅത്ത്, റഹീസത്തുൻ ഖബർ. ഇത് ഓൾറെഡി ഏകവചനമാണ്. അടുത്തത് 9. ഹാദിഹിൽ ഹുമുറു അൽ ഹമീറു ബ്രാക്കറ്റിൽ ലിൽ ഫല്ലാഹി, ഈ കഴുതകൾ കൃഷിക്കാരൻ്റേതാകുന്നു. ഇവിടെ ഹിമാറുൻ കഴുത, അതിൻ്റെ ജം ആണ് അൽ ഹുമുറു. ഹമീറുൻ എന്നും രണ്ടു തരത്തിലും പറയാം, രണ്ട് ജം ഉണ്ട് ഹിമാറുൻ എന്നതിന്. ഓക്കെ, അപ്പോൾ ഏതും ഉപയോഗിച്ചാലും തെറ്റില്ല. ഹാദിഹിൽ ഹുമുറു ലിൽ ഫല്ലാഹി, ഹാദിഹിൽ ഹുമുറു, ഈ കഴുതകൾ കൃഷിക്കാരൻ്റേതാകുന്നു. ഹാദിഹി മുബ്തദ, അൽ ഹുമുറു ബദൽ, ലിൽ ഫല്ലാഹി ജാറുൻ വ മജ്റൂറുൻ ഖബർ. ഓക്കെ, ഇനി നമ്മൾ ഇത് ഏകവചനത്തിൽ പറയുമ്പോൾ ഹാദൽ ഹിമാറു ലിൽ ഫല്ലാഹി, ഈ കഴുത കൃഷിക്കാരൻ്റേതാകുന്നു. 10. ഐന കുതുബ്കുന്ന യാ അഖവാത്തു, ഓ എൻ്റെ സഹോദരിമാരെ, ഓ സഹോദരിമാരെ നിങ്ങളുടെ പുസ്തകങ്ങൾ എവിടെയാണ്? ഓ സഹോദരിമാരെ നിങ്ങളുടെ പുസ്തകങ്ങൾ എവിടെയാകുന്നു? ഹിയ ഫിൽ ഫസ്ലി, അവ ക്ലാസ് റൂമിലാകുന്നു. അവ ക്ലാസ് റൂമിലാകുന്നു. ഹിയ മുബ്തദ, ഫിൽ ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ ഖബർ. ഇനി നമ്മളിത് ഏകവചനമാക്കി പറയുമ്പോൾ ഐന കിതാബുകുന്ന യാ അഖവാത്തു, ഐന കിതാബുകുന്ന യാ അഖവാത്തു, ഓ സഹോദരിമാരെ നിങ്ങളുടെ പുസ്തകം എവിടെയാകുന്നു? ഹുവ ഫിൽ ഫസ്ലി, അവ ക്ലാസ് റൂമിലാകുന്നു. ഹുവ. അടുത്തത് ഹാദിഹി കുതുബി വതിൽക കുതുബു ഉഖ്തി, ഇത് എൻ്റെ പുസ്തകങ്ങളും അത് എൻ്റെ സഹോദരിയുടെ പുസ്തകങ്ങളും ആകുന്നു. ഇത് എൻ്റെ പുസ്തകങ്ങളും അത് എൻ്റെ സഹോദരിയുടെ പുസ്തകങ്ങളും ആകുന്നു. ഹാദിഹി മുബ്തദ, കുതുബു ഖബർ വഹുവ മുലാഫ്, യാ മുത്തകല്ലിം മുലാഫുൻ ഇലൈഹി, വാവ് വാവുൽ അത്ഫ്, തിൽക മുബ്തദ, കുതുബു ഖബർ വഹുവ മുലാഫ്, ഉഖ്തു മുലാഫുൻ ഇലൈഹി, വഹുവ മുലാഫ്, യാ മുത്തകല്ലിം മുലാഫുൻ ഇലൈഹി. എൻ്റെ സഹോദരിയുടെ പുസ്തകങ്ങൾ. ഇത് നമ്മൾ ഏകവചനമാക്കി പറയുമ്പോൾ ഹാദാ കിതാബി വ ദാലിക കിതാബു ഉഖ്തി. 12. ഹാദിഹി മകാതിബു തുല്ലാബി, ഇത് വിദ്യാർത്ഥികളുടെ ഡെസ്കുകളാകുന്നു. മക്തബുൻ്റെ ജം ആണ് മക്കാതിബു, മക്കാതിബു. ഇത് വിദ്യാർത്ഥികളുടെ ഡെസ്കുകളാകുന്നു. ഹാദിഹി മുബ്തദ, മക്കാതിബു ഖബർ വഹുവ മുലാഫ്, അത്തുല്ലാബി മുലാഫുൻ ഇലൈഹി. നമ്മളിത് ഏകവചനത്തിൽ പറയുമ്പോൾ ഹാദ മക്തബു തുല്ലാബി, ഹാദ മക്തബു തുല്ലാബി. ഇനി ഫി ഹാദ ഷാരിഇ ഫനാദിഖു കബീറത്തുൻ, ഫി ഹാദ ഷാരിഇ
ഫനാദിഖു കബീറത്തുൻ. ഈ റൂട്ടിൽ വലിയ ഹോട്ടലുകൾ ഉണ്ട്. ഹോട്ടൽ ഫുന്ദുഖുൻ എന്നാണ് ഹോട്ടൽ. ഫനാദിഖു അതിൻ്റെ ആണ് ഹോട്ടലുകൾ. ഈ റോഡിൽ വലിയ ഹോട്ടലുകൾ ഉണ്ട്. ഫി ഹാദ ഷാരിഇ ഫനാദിഖു കബീറത്തുൻ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഹോട്ടലുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഫനാദിഖു ആണ് ഇതിൻ്റെ മുബത്തദ. ഫനാദിഖു എന്ന് പറഞ്ഞാൽ മഫായിലു വസനിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് മംനൂ മിനസ് സർഫാണ് കേട്ടോ. ഓക്കെ, അത് മുബത്തദയാണ്. കബീറത്തുൻ അതിൻ്റെ നഅത്താണ്. ഓക്കെ, ഫനാദിഖുൻ്റെ നഅത്താണ് കബീറത്തുൻ എന്നത്, വലിയ ഹോട്ടലുകൾ. ഓക്കെ, ഫി ഹാദ എന്നുള്ളത് ഇവിടെ ഖബർ, ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബറാണ്. അശ്ശാരിഇ ബദലാണ്. ഓക്കെ, ഇനി നമ്മളിത് ഏകവചനത്തിൽ പറയുമ്പോൾ ഫി ഹാദ അശ്ശാരിഇ ഫുന്ദുഖുൻ കബീറുൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തമാരീനിലോട്ട് പോകാം. തമാരീനു എക്സസൈസസ് അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. താഴെ വരുന്ന അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. അത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ലെസണിൽ നിന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ആയിട്ട് എഴുതുക. ഓക്കെ, ഐനൽ കുതുബുൽ ജദീദത്തു. പുതിയ പുസ്തകങ്ങൾ എവിടെയാണ്? അപ്പോൾ ലമീർ ഉപയോഗിച്ചിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഹിയ ഫിൽ മക്തബത്തി. അവ ലൈബ്രറിയിലാകുന്നു. ഹിയ ഫിൽ മക്തബത്തി. ഇനി ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ കബീറത്തു. ആരുടേതാണ് ഈ വലിയ വീടുകൾ? ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ കബീറത്തു. ആരുടേതാണ്? ഹിയ അവ ലിൽ മുദീരി ശരിക്കത്തി. അവ കമ്പനി മാനേജറുടേതാണ്. ഹിയ ലിൽ മുദീരി ശരിക്കത്തി. അടുത്തത് അബുവാബു സയ്യാറത്തി മഫ്തൂഹത്തുൻ. അബുവാബു സയ്യാറത്തി മഫ്തൂഹത്തുൻ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടതാണ്. പിന്നെ ഹംസത്തുൽ ഇസ്തിഫാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക? അബുവാബു സയ്യാറത്തി മഫ്തൂഹത്തുൻ. കാറിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടതാണോ? അപ്പോൾ നമ്മൾ എന്താ പറയുക? നഅം അതെ, അല്ലെങ്കിൽ ലാ. നഅം എന്ന് എഴുതാം. നഅം. പിന്നെ അബുവാബു സയ്യാറത്തി എന്ന് എഴുതണ്ട, മറിച്ച് ഹിയ മഫ്തൂഹത്തുൻ. അവ തുറക്കപ്പെട്ടതാണ്. നാലാമത്തേത് ഐന അഖ്ലാമുൽ മുദർരിസി. അധ്യാപകൻ്റെ പേനകൾ എവിടെയാണ്? അപ്പോൾ ഹിയ അലൽ മക്തബി നമുക്ക് എഴുതാം. അവ ഡെസ്കിന്മേലാകുന്നു. ഐനൽ ഖിലാബു. നായകൾ എവിടെയാണ്? ഹിയ ഫിഷാരിഇ. അവ റൂട്ടിലാണ്. അപ്പോൾ അവിടെ ഹിയ വെക്കുക. അവ എന്ന് അർത്ഥം കിട്ടാൻ ഹിയ എന്ന് ഉപയോഗിക്കുക. ഐനൽ ഹമീറു. കഴുതകൾ എവിടെയാണ്? ഹിയ ഫിൽ ഹഖലി. അൽ ഹഖലി. അവ പാടങ്ങളിലാണ്. അങ്ങനെയൊക്കെ എഴുതാം. ഐന കുതുബുഖിയ മറിയമു. ഓ മറിയമേ, നിൻ്റെ പുസ്തകങ്ങൾ എവിടെയാണ്? അപ്പോൾ എങ്ങനെ എഴുതാം? ഹിയ ഫിൽ ഫസ്ലി. അവ ക്ലാസ് റൂമിലാണ്. നമ്മുടെ ഐഡിയ അനുസരിച്ച് എഴുതാം കേട്ടോ. ഐന ദഫാത്തിറുത്തുല്ലാബി. വിദ്യാർത്ഥികളുടെ നോട്ട് പുസ്തകങ്ങൾ എവിടെയാണ്? ഹിയ അലൽ മക്തബി എന്നോ എങ്ങനെയാണെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, അവ ഡെസ്കിന്മേലാണ്. അങ്ങനെ വെക്കാം. ഓക്കെ, ഐനൽ ഫനാദിഖു സഗീറത്തു. ചെറിയ ഹോട്ടലുകൾ എവിടെയാണ്? അപ്പോൾ ഹിയ ഫി ദാലിക ഷാരിഇ. അവ ആ റോട്ടിലാണ്. അല്ലെങ്കിൽ ഹിയ ഫി ഹൽഫൽ മുസ്തഷ്ഫ. അവ ആശുപത്രീൻ്റെ മുന്നിലാണ്. അങ്ങനെ നമ്മുടെ ഐഡിയ പോലെ എഴുതാം. ലിമൻ ഹാദിഹിൽ അഖ്ലാമുൽ ജദീദത്തു. പുതിയ ഈ പേനകൾ ആരുടേതാണ്? ഹിയ ലി. അവ എൻ്റേതാണ്. അല്ലെങ്കിൽ ഹിയ ലഹു. അത് അവൻ്റേതാണ്. അല്ലെങ്കിൽ ഹിയ ലിൽ മുദർരിസി. അധ്യാപകൻ്റേതാണ്. അവ അധ്യാപകൻ്റേതാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ഐഡിയ പോലെ എഴുതാം. ഇനി രണ്ടാമത്തേത് ഹവ്വിലിൽ മുബത്തദയെ നീ മാറ്റണം. ഫി കുല്ലി മിനൽ ജുമലിൽ ആത്തിയത്തി. തുടർന്ന് വരുന്ന വാചകങ്ങളിൽ നിന്ന് എല്ലാതിലും ഇരൽ ജംഇലേക്ക് അഥവാ ബഹുവചനത്തിലേക്ക്. മുബത്തദയെ ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് മാറ്റണം. മിസാലുൻ ഉദാഹരണം. അൽ ബാബു മഫ്തൂഹുൻ. വാതിൽ തുറക്കപ്പെട്ടതാണ്. ഓക്കെ, അവിടെ അൽ അബുവാബു മഫ്തൂഹത്തുൻ. വാതിലുകളായപ്പോൾ മഫ്തൂഹത്തുൻ ആയി. മഫ്തൂഹത്തുൻ. അതിലെ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. ഹദാ ഖലമുൻ ജദീദുൻ.
ഇത് പുതിയ പേനയാകുന്നു. ഹാദനെ നമ്മൾ മാറ്റണം. അപ്പോൾ നമുക്ക് ഹാ ഉലായി ആക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം കലമുനാണുള്ളത്, അക്കുലാമുനാക്കണം അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെയാക്കും? ഹാദിഹി അക്കുലാമുൻ ജദീദത്തുൻ. ജദീദത്തുൻ എന്നത് നാഅത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അന്നജുമു ജമീലുൻ, നക്ഷത്രം ഭംഗിയുള്ളതാണ്. അന്നുജൂമു ജമീലത്തുൻ, നക്ഷത്രങ്ങൾ ഭംഗിയുള്ളതാണ്. നമ്മുടെ ആദ്യം പഠിച്ച നിയമങ്ങളൊക്കെ ഓർക്കുക. അടുത്തത് ദാലിക്കൽ കിതാബു ഖദീമുൻ. ദാലിക കിതാബുൻ ഖദീമുൻ, അത് പഴയ പുസ്തകങ്ങളാകുന്നു. ഓക്കെ, അപ്പോൾ കിതാബുൻ ആയതുകൊണ്ട് ദാലിക നമുക്ക് എന്താക്കാൻ പറ്റില്ല? ഉലായിക്ക ആക്കാൻ പറ്റില്ല, തിൽക്ക ആക്കാം. തിൽക്ക കുതുബുൻ ഖദീമത്തുൻ. ഓക്കെ, അവ പഴയ പുസ്തകങ്ങളാകുന്നു. ദാലിക്കൽ ബൈത്തു ജമീലുൻ, ആ വീട് പുതിയതാകുന്നു. തിൽക്കൽ ബുയൂത്തു ജമീലത്തുൻ. തിൽക്കൽ ബുയൂത്തു ജമീലത്തുൻ. വ്യത്യാസങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഈ വീടുകൾ പുതിയതാകുന്നു. ആ വീടുകൾ കേട്ടോ. ഹാദ ദർസു സഹലുൻ, ഈ പാഠം എളുപ്പമുള്ളതാണ്. ഹാദിഹി ദുറൂസു സഹലത്തുൻ. ഹാദൽ ജബലു ബഈദുൻ, ഈ മല ദൂരെയാകുന്നു. ഹാദിഹിൽ ജിബാലു ബഈദത്തുൻ. ഏഴാമത്തേത് ഹാദൽ മക്തബു മക്സൂറുൻ, ഈ ഡെസ്ക് പൊട്ടിയതാകുന്നു. അൽ മക്തബൊക്കെ ബദലാണ് കേട്ടോ. ഹാദിഹിൽ മകാതിബു മക്സൂറത്തുൻ. ഹാദൽ മസ്ജിദു ജമീലുൻ, ഈ പള്ളി ഭംഗിയുള്ളതാണ്. ഹാദിഹിൽ മസാജിദു ജമീലത്തുൻ, ഈ പള്ളികൾ ഭംഗിയുള്ളതാകുന്നു. ഹാദിഹി സാഅത്തുൻ റഹീസത്തുൻ, ഇത് വില കുറഞ്ഞ വാച്ചാകുന്നു. ഹാദിഹി സാഅത്തു റഹീസത്തുൻ. ഹാദിഹി സാഅത്തുൻ തന്നെ കേട്ടോ. സാഅത്തുൻ റഹീസത്തുൻ, ഈ വാച്ചുകൾ വില കുറഞ്ഞതാകുന്നു. ഇത് വില കുറഞ്ഞ വാച്ചാകുന്നു. മുബത്തദ ഖബർ നഅത്ത് കേട്ടോ. തിൽക ത്വാഇറത്തു ഖബീറത്തുൻ, ആ വിമാനം വലുതാകുന്നു. തിൽക ത്വാഇറാത്തു ഖബീറത്തുൻ. ത്വാഇറാത്തു മാറ്റങ്ങളൊന്നുമില്ല. ഹാദ താലിബുൻ ജദീദുൻ, ഇത് പുതിയ വിദ്യാർത്ഥിയാകുന്നു. ഹാ ഉലാ, ഇവിടെ താലിബുൻ ആക്കിലാണ്, അപ്പോൾ ഹാ ഉലായി ഉപയോഗിക്കാം. ഹാ ഉലാഇ തുല്ലാബു ജുദുദുൻ. ദാലിക്കർ റജുലു താജിറുൻ കബീറുൻ, ആ പുരുഷൻ വലിയ കച്ചവടക്കാരനാകുന്നു. ദാലിക്ക എന്താവും? ഉലായിക്കർ റജുലു തുജാറുൻ കിബാറുൻ. അവിടെ നമ്മൾ നാത്ത് എന്താക്കണം? ബഹുവചനമാക്കണം. ഓക്കെ, ആക്കിലായതുകൊണ്ട്. ഹാദിഹിൻ നഹ്റു കബീറുൻ, ഈ പുഴ വലുതാകുന്നു. ഹാദിഹിൽ അൻഹാറു കബീറത്തുൻ, ഈ പുഴകൾ വലുതാകുന്നു. ഓക്കെ, ലഅഫിൽ അമാകിനിൽ ഖാലിയത്തി, ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നീ വെക്കണം. ഫീമാ യലി അഖ്ബാറൻ മുനാസിബൻ, യോജിച്ച അഖ്ബാറൻ മുനാസിബൻ, അതെ, ഖബറുകളെ വെക്കണം. ഒന്നാമത്തേത് അൽ ബൈത്തു, വീട്. ഖബീറുൻ, അവിടെ നമ്മൾ ഖബീറുൻ എന്ന നാത്ത് വെക്കാം. വീട് വലുതാകുന്നു. അന്നുജൂമു ജമീലത്തുൻ അല്ലെങ്കിൽ ബഈദത്തുൻ, നക്ഷത്രങ്ങൾ അകലെയാകുന്നു അല്ലെങ്കിൽ ഭംഗിയുള്ളതാണ്. നുജൂമ ആകുമ്പോൾ നമ്മൾ ജമീലത്തുൻ എന്ന് തന്നെ വെക്കണം, അല്ലെങ്കിൽ ബഈദത്തുൻ താമർബൂത്തയിൽ അവസാനിക്കുന്നത് വെക്കണം. കാരണം എന്താ? ജമ്മുകളൊക്കെ വൈറാക്കിലായ ജമ്മുകളൊക്കെ ഏകവചന സ്ത്രീലിംഗമാക്കണം. അൽ ബാബു മഫ്തൂഹുൻ, ഇനി വാതിൽ തുറക്കപ്പെട്ടതാണ്. അൽ ഖലമു ജദീദുൻ, പേന പുതിയതാകുന്നു. അൽ ബുയൂത്തു സഗീറത്തുൻ, വീടുകൾ ചെറുതാകുന്നു. അൽ അബ്വാബു മുഗ്ലഖത്തുൻ, വാതിലുകൾ അടക്കപ്പെട്ടതാകുന്നു അല്ലെങ്കിൽ മഫ്തൂഹത്തുൻ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അസ്സയ്യാറത്തു ഖദീമത്തുൻ, കാറ് പഴയതാകുന്നു. അൽ മിന്ദീലു നദീഫുൻ, കർച്ചീഫ് അല്ലെങ്കിൽ ടവൽ വൃത്തിയുള്ളതാകുന്നു. അൽ ഫനാദിഖു, ഹോട്ടലുകൾ ഖരീബത്തുൻ, അടുത്താകുന്നു. അത്തുല്ലാബു മുജ്തഹിദൂന, ഓക്കെ, അല്ലെങ്കിൽ അത്തുല്ലാബു ജുദുദുൻ, അങ്ങനെയൊക്കെ വെക്കാം. ഓക്കെ, ബഹുവചനം ഉപയോഗിക്കാം. അൽ ഖുംസാനു, ഖമീസുൻ എന്നതിൻ്റെ ജമാണ് ഖുംസാനു, ഷർട്ടുകൾ, കുപ്പായങ്ങൾ. വസിഖത്തുൻ അല്ലെങ്കിൽ നദീഫത്തുൻ, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം.
നാലാമത്തേത് ഹാത്തിൽ ജംഇനെ കൊണ്ടുവരണം അൽ കലിമാത്തിൽ ആത്തിയ താഴെ വന്നിട്ടുള്ള വാക്കുകളിൽ ബാബുൻ അബ്വാബുൻ വാതിലുകൾ, ബൈത്തുൻ ബുയൂത്തുൻ വീടുകൾ, നജ്മുൻ നുജൂമുൻ നക്ഷത്രങ്ങൾ, ഖലമുൻ അഖുലാമുൻ പേനകൾ, ഹിമാറുൻ ഹുമുറിനുണ്ട് ഹമീറുനുണ്ട് കഴുതകൾ, സരീറുൻ കട്ടിൽ, സുറുറുൻ നെഹ്റുൻ പുഴ, അൻഹാറുൻ പുഴകൾ, സയ്യാറത്തുൻ കാറ്, സയ്യാറാത്തുൻ കാറുകൾ, കൽബുൻ നായ, കിലാബുൻ നായകൾ, തായിറത്തുൻ വിമാനം, തായിറാത്തുൻ ജംഉ മുഅന്നസ് സാലിമാണ്, അലിഫും താവും ചേർന്ന് വരുന്നത്, തായിറാത്തുൻ വിമാനങ്ങൾ, ദർസുൻ ദുറൂസുൻ പാഠങ്ങൾ, ബഹറുൻ കടൽ, ബിഹാറുൻ കടലുകൾ, കിതാബുൻ പുസ്തകം, കുതുബുൻ പുസ്തകങ്ങൾ, ഖമീസുൻ കുപ്പായം, ഖുംസാനുൻ കുപ്പായങ്ങൾ, ദർറാജത്തുൻ സൈക്കിൾ, ദർറാജാത്തുൻ സൈക്കിളുകൾ, ഹഖുലുൻ പാടം, ഹുഖൂലുൻ പാടങ്ങൾ, ജബലുൻ മല, ജിബാലുൻ മലകൾ. അടുത്തത് അൽ കലിമാത്തുൽ ജദീദത്തു പുതിയ പദങ്ങൾ, അശ്ശരിഖത്തു ഷരിഖത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി, ഷരിഖാത്തുൻ അതിൻ്റെ ജം ആണ് ഷരിഖാത്തുൻ, അലിഫിലും താവും ചേർന്ന് വരുന്നത് ജംഉ മുഅന്നസ് സാലിമാണ് കേട്ടോ. മുദീറു ഷരിക്കത്തി എന്ന് പറഞ്ഞാൽ കമ്പനി മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ദ കമ്പനി ഡയറക്ടർ. റഹീസുൻ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ ചീപ്പ്. അൽ ഖമീസു കുപ്പായം അതിൻ്റെ ജം ആണ് ഖുംസാനുൻ. ഇനി ഇതിൽ പുതിയൊരു വാക്ക് യാബാനിയത്തുൻ ജപ്പാനീസ്, ഒരു ജപ്പാനീസ് വാച്ചിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ പാഠം അവസാനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നന്നായി പഠിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.